ഇരിക്കട്ടെ. ഈ ജാസ്മിനും ഗബ്രിയും പിന്നെ ഒന്നിച്ചല്ലോ. ഒന്നിച്ചോട്ടെ, അവരിഷ്ടം. എന്ത് തോന്നി? നല്ല കണ്ടിരുന്നോ? ഞാൻ ആ എപ്പിസോഡൊന്നും കണ്ടില്ല, കുറെ ക്ലിപ്സ് കണ്ടു. ഒന്നിച്ചാ എന്താ പ്രശ്നം? എനിക്കൊരു കുഴപ്പമില്ല ഒന്നിച്ചാ. ഞാൻ രണ്ടാളെയും കൂടി പോയിട്ടൊന്ന് കെട്ടിപ്പിടിക്കും. അങ്ങനെയാണല്ലോ. ഞാൻ മറ്റേ ജാഫർ ഏജന്റ് മുല്ലപ്പൂ ഏജന്റ് ആണല്ലോ ഇപ്പോ. മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്, ഒരു പെണ്ണ് കൂടെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാല് വേറെന്തൊക്കെയോ കരുതുന്ന ഒരു രീതിയിൽ പ്രണയമാണോ ഒരു സൗഹൃദമാണോ ഇത് അവർക്ക് അറിയണമല്ലോ. അത് ആ ക്ലാരിറ്റി ഇല്ലായ്മ, സ്റ്റിൽ ക്ലാരിറ്റി ഇല്ലായ്മ തന്നെയാണ്. അത് ആളുകൾ ചോദ്യം ചെയ്യുന്നതിനോട് എനിക്ക് ഒരു വിധത്തിലുള്ള എന്തെങ്കിലും എതിർപ്പില്ല. അതേ ക്ലാരിറ്റി ഇല്ലായ്മ എനിക്കും ഉണ്ട്. ടു ബി ഫ്രാങ്ക്, ഞാൻ അവരോടും പറഞ്ഞിട്ടുള്ളതാണ്. ക്ലാരിറ്റി ഇല്ല, ഡെഫിനിഷൻ ഇല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ സ്റ്റിൽ അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് നമ്മൾ അതിനകത്തിരുന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അതിനെ നമുക്കൊരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നമുക്കൊരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. സോ അതിന്റെ ക്ലാരിറ്റി തരണോ വേണ്ടെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. ഞാനും കയറിയപ്പോൾ അതിന് ക്ലാരിറ്റി ചോദിച്ചതാണ്, അവർക്ക് തരാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അവർക്ക് ഒരു ക്ലാരിറ്റി അതിന് ഇല്ലാന്നുണ്ടെങ്കിൽ ലീവ് ഇറ്റ്, ഒഴിവാക്കുക. അതെന്ത് ചെയ്യാനോ? അതിന് വേറെ നമുക്ക് ചോദിച്ചു ചെല്ലാൻ പറ്റില്ലല്ലോ. ഞാൻ അവരുടെ ആരുമല്ല. ജാസ്മിന്റെ വാപ്പ വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് പറഞ്ഞില്ലേ ഗബ്രീനെ മാറ്റി നിർത്തണം എന്നൊക്കെ കോൾ റെക്കോർഡൊക്കെ പുറത്ത് വന്നിരുന്നു. അത് എന്തുകൊണ്ടറിയാം അങ്ങനെ വാപ്പ പറയാൻ കാരണം ഉണ്ടായത്? അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ജാസ്മിൻ പുറത്തു തരട്ടെ. പുറത്ത് വന്നതിന് ശേഷം ഞാൻ തന്നെ പറയുന്നതാണ്. എന്നാലും റെക്കോർഡ് വന്നല്ലോ. ഡീറ്റെയിൽസ് ഞാൻ ഫിനാലൊക്കെ കഴിഞ്ഞ് ജാസ്മിൻ പുറത്ത് വന്നു. ഫാദറിനെ വേദനിപ്പിച്ചു എന്നുള്ളൊരു ഇത് സത്യം തന്നെയാണ്. ഗബ്രിയുടെ ഏത് അച്ഛനും അമ്മയ്ക്കെങ്കിലും വിഷമം തോന്നില്ല, ആർക്കാണെങ്കിലും വിഷമം തോന്നാതിരിക്കുന്നില്ല. അത് ഫാമിലിക്കകത്ത് അവരെന്നെ പറഞ്ഞു തീർത്താൽ മതി. അവർ പറഞ്ഞു തീർത്താൽ തന്നെ തീരണ്ടേ. പിന്നെ ഡെഫിനറ്റ്ലി ഇത് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ ആണ്. അതിനകത്ത് ചെല്ലുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ലോകം മൊത്തം ഓഡിറ്റ് ചെയ്യും. ഇപ്പൊ എന്റെ കേസിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഞാൻ സ്നേഹയുടെ അമ്മയുടെ ഒരു കേസ് പറഞ്ഞു, ലോകം മൊത്തം ഓഡിറ്റ് ചെയ്തു. അതിൽ നമുക്ക് പ്രേക്ഷകരെയും കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ഓപ്പൺ ആയിട്ട് പബ്ലിക്കിൽ ഒരു കാര്യം പറയും, നമ്മൾ സീക്രട്ട് ആയിട്ട് പറയുന്ന കാര്യങ്ങളല്ല. അത് ഓഡിറ്റ് ചെയ്യും, അതിൽ ഊഹാപോഹങ്ങൾ വരും, ചർച്ചകൾ നടക്കും. ജാസ്മിൻ പുറത്തു വന്നാൽ അതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമോ? ഈ ഒരു വിഷയത്തിൽ പിന്നെ ഡെഫിനറ്റ്ലി സംസാരിക്കും. ഞാൻ ജാസ്മിൻ തന്നെ പറഞ്ഞോളൂ. കുറേ കാര്യങ്ങൾക്ക് ജാസ്മിൻ തന്നെ ക്ലാരിറ്റി തരാനുണ്ടാവും. ജാസ്മിൻ തന്നെ തന്നോളൂ. അവൾ അതിന് കപ്പാസിറ്റി ഉള്ള ഒരു ലേഡിയാണ്, വെരി സ്ട്രോങ് ലേഡിയാണ്. ഞാൻ കണ്ടതിൽ അവൾ ആ വയസ്സ് വെച്ചിട്ട് അവൾ ഭയങ്കര സ്ട്രോങ്. അല്ല, അത് പറഞ്ഞു വെച്ചാൽ ഇപ്പം നമ്മുടെ സായി അകത്ത് കയറിയപ്പോഴും സായി ചെറുതായിട്ടൊരു ജാസ്മിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അതൊക്കെ അവൾക്ക് മനസ്സിലായി, പുറത്ത് എന്താണ് നടക്കണമെന്ന് മനസ്സിലായി എന്നൊക്കെ കുറച്ച് ചർച്ചകൾ വന്നായിരുന്നു. അങ്ങനെ കുറെ ഹിന്റ് കൊടുത്തിട്ടുണ്ടായില്ലേ സായി? ഹിന്റ് ഒന്നുമല്ല കൊടുത്തത്, ഞാൻ കാര്യം പറഞ്ഞു. അത് ആ കാര്യം പറഞ്ഞത് മനസ്സിലായ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവൾ എന്നെ ഒരിക്കലും നോമിനേറ്റ് ചെയ്യില്ല. പല സമയങ്ങളിൽ അതിനുശേഷം നോമിനേഷൻ അടക്കം പോട്ടെ. ഇപ്പൊ ഈ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ ഒരാഴ്ച മുമ്പ് വരെ ഞാനും ജാസ്മിനും തമ്മിൽ വലിയൊരു സംസാരം തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽ ജാസ്മിൻ്റെ മനസ്സിൽ ഞാൻ ഗെയിം കളിച്ചു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, അത് ഏത് രീതിയിലും എടുക്കാം. ജാസ്മിനും പുറത്തുള്ളവർക്കും എങ്ങനെ എടുക്കാം, ഗെയിമായിട്ടും എടുക്കാം, കാര്യം പറഞ്ഞതായിട്ടും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഇനി ജാസ്മിൻ അല്ല, വേറെ ആരും ആ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഞാൻ ആ കാര്യം എനിക്ക് അറിയിക്കണം തോന്നി ഞാൻ അറിയിക്കും. അതാണ് ഞാൻ അറിയിച്ചത്. ഇപ്പോൾ നമ്മളിപ്പോൾ ബിഗ് ബോസ് ഫിനാലെ ഇപ്പൊ ഇന്നിപ്പോ ഒരാൾ കൂടി ഔട്ടായി എന്നൊക്കെ അറിയുന്നുണ്ട്. ഇപ്പൊ 5 പേരാണുള്ളത്. പക്ഷെ എന്നാലും കുറെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആര് കപ്പ് അടിക്കും എന്നൊക്കെ ഒരു ഇത് ഉണ്ടല്ലോ. അപ്പൊ ഓൾറെഡി പുറത്തുനിന്ന് ഇപ്പൊ പറയും നമ്മൾ ജിന്നടിക്കും, അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് അർജുന അടിക്കും. സായിന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ശരിക്കും ഇത് വോട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ലാസ്റ്റ് കൊടുക്കാൻ? ഡെഫിനറ്റ്ലി വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് വോട്ട് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആർക്ക് വേണമെങ്കിൽ ഓഡിറ്റ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു ഇത്. ഒരാൾക്ക് കണ്ടസ്റ്റന്റ് ഓഡിറ്റ് ചെയ്യണമെങ്കിൽ ഓഡിറ്റ് ചെയ്യാൻ ചോദിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ ഈ പറഞ്ഞ രീതിയിൽ ഇവരടിക്കും അവരടിക്കുന്നു പുറത്തിരുന്ന് പറയുന്നതിനേക്കാൾ നല്ലത്, ആർക്കെങ്കിലും ഡൗട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വേറേക്ക് പോട്ടെ. ഇപ്പൊ ഇത്രയും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മാത്രമല്ലല്ലോ, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ലാംഗ്വേജിൽ നടക്കുന്ന ഒരു സാധനമാണ്. ഇതിലെവിടെയെങ്കിലും ഇപ്പൊ ആളുകൾക്ക് സംശയം തോന്നിയിട്ട് പോയി ഓഡിറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ള ഒരു മേജർ ഇഷ്യൂ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പല സീസണിലും പല സ്ഥലങ്ങളിലും 10-20 ആയിട്ട് പോകുന്നുണ്ട് സീസൺസ്. അതൊന്നും ഇല്ലാത്തൊരു പ്രശ്നം മലയാളത്തിൽ ചുമ്മാ പറഞ്ഞ് കയറി പോകുമ്പോൾ പറയുന്നവർ പോയി അന്വേഷിക്കട്ടെ. ഞാൻ അത്രേ പറയുന്നു. പറയുന്നവർ ധൈര്യമായിട്ട് പോയിട്ട് വോട്ട് ഓടിക്കാൻ ചോദിച്ചോട്ടെ, അത്രേ പറയാനുള്ളൂ. സായിന്റെ അഭിപ്രായത്തിൽ ആരടിക്കും? എനിക്ക് അഭിഷേക് or അർജുൻ രണ്ടിലേതെങ്കിലും ഒരാൾക്ക് കിട്ടണം എന്നാണ്. അവരിൽ ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷം. ജിൻഡോ ജാസ്മിൻ ഒരു ഇതിലില്ല. എന്റെ പ്രിഫറൻസിൽ എനിക്ക് എപ്പോഴും അഭിഷേക് or അർജുൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട് സിജോ, നന്ദന, അഭിഷേക്, അർജുൻ. ഞാൻ എന്റെ ബെൽറ്റായിട്ട് ഞാൻ ബിഗ് ബോസിൽ കണ്ടത് ഈ 4 പേരെയാണ്. സോ ഡെഫിനറ്റ്ലി അത് 4 ആർക്ക് കിട്ടിയാലും ഐ എം ഹാപ്പി. അതിൽ 2 പേര് പുറത്താണ്, 2 പേര് അകത്തുണ്ട്. ഓക്കെ.